താത്ത വന്നിട്ടില്ലേ ഒരു ഡേ ഇൻ മൈ ലൈഫ് വന്ന അപ്പോ കിച്ചണിക്കും കയറി ഫുഡ് തീർച്ചുണ്ട്. ഞാൻ ഇപ്പൊ പഴം പാട്ടിയത് ഉണ്ടാക്കാൻ പോകും. എല്ലാ വെൽബിനും തന്നെ ഫസ്റ്റത്തെ വീഡിയോ അതെന്റെ എന്ന് വെച്ചാൽ എനിക്ക് പഴം പാട്ടിയത് എന്ത് ഇഷ്ടമാണ് സുഹൃത്തുക്കളെ. പച്ച പച്ച ഈ വാങ്ങിയതല്ലത് ഇന്നലെ വാങ്ങിയതല്ലേ? അപ്പൊ കുറച്ചാണ് മെല്ലട്ടോ കുറച്ച്. ആക്ച്വലി ഞാനൊരു ഷുഗറി പേഴ്സൺ ആണ്. ഇത് പഴം പിന്നെ ഫുള്ളായിട്ട് എന്താ പറയാ പഴുത്തിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ട് പഴുത്തിട്ടില്ല. ഒരു സെമി റൈപ്പണാണ്. പക്ഷെ നല്ല പഴുത്ത് കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല. നല്ല പഴുത്ത് കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് പഞ്ചസാര ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ഇടണ്ട ശരിക്ക്. ഹെൽത്തൊക്കെ നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇടരുത്. പക്ഷെ നമ്മക്കിപ്പം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ഹെൽത്ത് എല്ലാം കഴിക്കണം. നമുക്ക് പഞ്ചസാര മെൽറ്റ് ചെയ്യണം വരെ വെയിറ്റ് ചെയ്യാം. ഈ സൈഡിൽ പഴം വേവുന്നു. ഇവിടെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് മറ്റേ അടക്കാപ്പാഴം എന്നാ പറയാ. ഇതിന് പേരക്കാവും പേരുണ്ട്. പേരക്കാവും ഇതിനെ പറയും. ആക്ച്വലി ഇത് ഉമ്മാന്റെ ഫ്രണ്ട് ആരോ ഉമ്മാക്ക് കൊടുത്തതാണ്. അപ്പൊ നമുക്ക് ഒരു സാലഡ് പോലെ ആക്കാം, ഉപ്പിലിട്ട പോലെ ആക്കാം. അതിന് ആദ്യം ഞാനത് വെള്ളത്തിൽ ടച്ച് കഴുകി നമുക്ക് കഴുകിയിട്ട് വെള്ളം കളയണം കേട്ടോ. എന്നിട്ട് അരിയാൻ പാടുള്ളൂ. നമ്മള് ചാടിക്കറി ചെയ്ത് കളയാം. ഫസ്റ്റ് സെന്റർ എടുക്കുക, എന്നിട്ട് ഈ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇവിടെ തന്നെ ഇടാം. എന്നിട്ട് നമുക്ക് വേസ്റ്റ് ബാസ്ക്കറ്റിലിടാം. ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് അതാ. അങ്ങനെ സാലഡാക്കി വിനീഗറൊക്കെ ഒഴിച്ച് ജസ്റ്റ് വിനീഗറിൽ ഉപ്പിലിട്ട് വെക്കണ രീതിക്ക്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ പേര് കിട്ടണില്ലേ. വേണേ വട്ടത്തിൽ അരിയാം വേണ്ടവർക്ക്. പക്ഷെ കഴിക്കാനും നോക്കി സുഖവും. പിന്നെ പെട്ടെന്ന് പിടിക്കണമെന്നുണ്ടെങ്കിൽ കുഞ്ഞിതാക്കി അരിയുന്നേക്കും ഒന്നും കൂടെ ബെറ്റർ. ഇത് ഇങ്ങനെ ഇത്ര ബ്രൗൺ ആക്കേണ്ടവർക്ക് ആക്കാം. ഇറ്റ്സ് യുവർ പേഴ്സണൽ ചോയ്സ്. പിന്നെ ഞാനിതിലേക്ക് മുട്ട ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഇങ്ങനെ കാണുമ്പോൾ തോന്നും പഞ്ചസാര മധുരല്ലേ. മധുരത്തേക്ക് മുട്ട ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുമാതിരി വിയേർഡ് ഫീലിങ്സ് തോന്നും. ബട്ട് ട്രസ്റ്റ് മീ, ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അടിപൊളിയാണ്. ഞാൻ തമാശ പറയല്ല. ഈ ഒരു കോംബോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിക്ക് തിരകിയ ചേനാണ്. ചിരകിയ തേങ്ങയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട. ഫസ്റ്റ് നമ്മൾ നെയ്യ് ഒഴിച്ചിട്ടാട്ടോ വാട്ടിയത്. നെയ്യാണ് ആ ഒരു കോംബോയ്ക്ക് ബെസ്റ്റ്. എല്ലാവർക്കും തോന്നും ഈ വീഡിയോ കാണുന്നവരൊക്കെ എന്താണ് ഇങ്ങനെ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കൂ. അപ്പൊ പിന്നെ ഞാൻ പറയും തിരകിയ ചെയ്യാനാണ്. ചെറിയ തേങ്ങയും കൂടി ഉണ്ടെങ്കിൽ പൊട്ടാം. ഇനി നമുക്ക് ഇതിപ്പോ എല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് ഞാൻ വെച്ചു. ഇനി നമുക്ക് വിനീഗർ പ്ലേസ് എ ഇമ്പോർട്ടന്റ് റോൾ. ഓക്കെ, വിനീഗർ ഒഴിക്കാം. ഇനി മുളക് പൊടി ഇടേണ്ടവർക്ക് ഇടാം, വേണ്ടാത്തവർ ഇടണ്ട. അതിന് പകരം പച്ചമുളകാണെങ്കിലും ഇടാം, വേണ്ടാത്തവർ ഇടണ്ടോ. ഉപ്പിടണേ. ആവശ്യത്തിന് സോൾട്ട് അത് നോക്കട്ടോ. സോൾട്ട്. ലെറ്റ്സ് മിക്സ് ദിസ്. ഇതേക്ക് ഫ്രിഡ്ജിലോ എവിടെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ സ്റ്റോർ ചെയ്യാം. എന്റെ മൂക്ക് ഐസ്ക്രീം നീങ്ങുക മൂക്കടന്ന്. മിക്സ് ചെയ്യണം മുന്നേ നമുക്ക് 2 പച്ചമുളക് കീറിയിടാം. കീറിട്ടാ മതി. ജസ്റ്റ് പേരിനൊരു എരിവ്, ഒരു വൈബല്ലേ ഒരെരിവ്. ഇപ്പത്തേക്ക് കഴിക്കാൻ പറ്റില്ല. ഇതിന് കുറച്ച് ചടങ്ങുകളുണ്ട്. ഉപ്പ് കറക്റ്റാണോ നോക്കണം എല്ലാവരും. അപ്പം ഇത് നമുക്ക് ഫ്രിഡ്ജിലാക്കട്ടെ. നമ്മുടെ ഈവനിങ് സ്നാക്ക് ഇതുപോലെ ഉണ്ടാവും കാണാൻ.
കുഞ്ഞു സ്പൂണ്. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ചായ വേണമെങ്കിൽ ചായ കുടിക്കാം, ബൂസ്റ്റ് വേണമെങ്കിൽ ബൂസ്റ്റ് കുടിക്കാം. പക്ഷെ ഇത് ഓൾറെഡി മധുരമായതുകൊണ്ട് ഞങ്ങൾ 2 അല്ലെങ്കിൽ 3 കുടിക്കുന്നില്ല തൽക്കാലം. ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഞങ്ങളെ പ്ലാൻസ്. കാരണം ഓൾറെഡി ഞങ്ങൾ 2 ഐസ്ക്രീം തിന്നു, ഞാനൊരു പേരക്ക തിന്നു. സോ മച്ച് ടുഡേ. അപ്പം ഇത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ നാട്ടിൽ മഴ ഉണ്ടോയെന്ന് കമൻറ്റ് ചെയ്യണം. ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ പ്രസന്റ്ലി പെയ്തില്ല പക്ഷെ നനഞ്ഞു. ആ ഒരു സിറ്റുവേഷനിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ